എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. ഞാൻ ഇന്നിവിടെ പങ്കുവെക്കാൻ പോകുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഗതിയെ, അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ, നമ്മുടെ ജീവിതത്തിൻ്റെ സുഗമമായ ആ യാത്രയിൽ ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന വിചാര ഗതിയാണത്. അത്തരം വിചാരങ്ങൾ നമ്മളെ മനസ്സിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വളരെ സുന്ദരമായിട്ട് സുഖകരമായിട്ട് സഞ്ചരിക്കാനാവൂ. എന്താണ് അത് നമുക്ക് നോക്കാം. നമ്മളിത്ര വയസ്സ് വരെ ജീവിച്ചിട്ടും നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ ചിന്തിക്കുന്നത്, അങ്ങനെ ചെയ്താൽ മറ്റുള്ളവരെന്ത് കരുതും, മറ്റുള്ളവർ നമ്മളെപ്പറ്റി മോശമായി കരുതില്ലേ, അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെ ചിന്തിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിലൊരു നല്ല കുട്ടിയാവാൻ വേണ്ടി നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ ഒഴിഞ്ഞു വെച്ചു. പക്ഷേ ഒരു കാര്യം ഏറ്റവും രസകരമാണ്. കാരണം നമ്മൾ ഈ ആയുസ് വരെ, ഈ നിമിഷം വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷം വരെ നമ്മളെല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി നമ്മുടെ പല ആഗ്രഹങ്ങളും ത്യജിച്ച്, പല ആഗ്രഹങ്ങളും മാറ്റിവെച്ച്, അവർക്ക് വേണ്ടി അവരുടെ മുമ്പിൽ നല്ല അനുസരണ ഉള്ളവനായി അല്ലെങ്കിൽ ഉള്ളവളായി നിന്ന് മനസ്സിലെ പല കാര്യങ്ങളും പറയാതെ, നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാതെ, നമ്മുടെ സ്വന്തം വ്യക്തിത്വം പോലും മറച്ചു വെച്ചിട്ട്, നമ്മോട് ചേർന്ന് നിൽക്കുന്ന പലർക്കും വിഷമമുണ്ടെങ്കിലും മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ നാം ഒരുപാട് ബഹുമാനിക്കുന്ന ആളുകൾക്ക് നമ്മളോടൊരു വിരോധം തോന്നാതിരിക്കാൻ, നമ്മെപ്പറ്റി നല്ല അഭിപ്രായം എന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളവർ പറയുന്ന പോലൊക്കെ ചെയ്തു. പക്ഷെ ഇതിൻ്റെയൊക്കെ അവസാനം എന്താണെന്നറിയോ? ഇന്നലെ വരെ നിങ്ങൾ നല്ല കുട്ടിയായിരുന്നവരുടെ മുമ്പിൽ ഇന്ന് നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ തുറന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയല്ല ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണെങ്കിൽ, അപ്പം നോക്കൂ, ഈ നിമിഷം വരെ നമ്മളോട് ചേർന്ന് നിന്നവരെ, നമ്മൾ സപ്പോർട്ട് ചെയ്തവരെ, നമ്മളെ ഏറ്റവും നല്ലവരായി കണ്ടവരെ, എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ നമ്മുടെ ആ മതിപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ബുക്കിൽ നമ്മളൊരു ഗുഡ് ബോയ് ആയിരുന്നു, അല്ല ഗുഡ് ഗേളായിരുന്നു, ജെൻറ്റിൽമാനായിരുന്നു, യോഗ്യനായിരുന്നു, ആ ഒരു മനുഷ്യൻ ആ നിമിഷം കൊണ്ട് മാറുന്നത് നമുക്ക് കാണാം. അവർക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബന്ധപ്പെടുന്ന പലർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും അവരുടെ ഒരു എന്താണ് പറയുക, എല്ലാം ഒരു ലീഡർഷിപ്പ്. മറ്റുള്ളവരൊക്കെ അവരുടെ കാൽ ചുവട്ടിൽ നിർത്തിയിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായത്തിനൊന്നും സ്വാതന്ത്ര്യം കൊടുക്കാതെ, ഒന്നും അനുവദിക്കാതെ സ്വന്തമായി തീരുമാനം എടുക്കുകയും അതുപോലെ ആ തീരുമാനം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം റാൻമൂളികളാണ് അവരുടെ ഏറ്റവും നല്ല ആളുകൾ. നിങ്ങളൊരു തവണയെങ്കിലും നിങ്ങളുടെ അഭിപ്രായം മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാൽ ആ നിമിഷം അവർ നിങ്ങളെ കൈയൊഴുകിയായി, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി വളരെ മോശമായ അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങും. അവനാൾ ശരിയില്ല, അവനങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെ അവളങ്ങനെ ശരിയല്ല, അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു തുടങ്ങും. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ ജീവിതത്തിൽ എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുക? നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ പ്രകടിപ്പിക്കുക? ഇത്രയും കാലം നമ്മളൊരു അടിയറ വെച്ചുകൊണ്ട് ജീവിച്ചതല്ലേ? ആർക്കൊക്കെയോ അധീനരായിട്ട് ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ട് നമ്മുടെ സ്വന്തം ബുദ്ധിയും മനസ്സും പറയുന്ന പോലെ, അല്ലെങ്കിൽ നാം ചിന്തിക്കുന്ന വിധത്തിൽ ചെയ്യാതെ മറ്റുള്ളവർ തരുന്ന ആ ഡയറക്ഷൻ ജസ്റ്റ് ഒബേ ചെയ്തിട്ട് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയിരുന്ന നമ്മുടെ കാലം, അതിനൊക്കെ ഒരു പരിധിയുണ്ട് അല്ലേ? ഒരു ഓഫീസിലാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഓഫീസർ അല്ലെങ്കിൽ നമ്മുടെ ഇൻചാർജ് ഇഷ്ടപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ആവശ്യപ്പെടുന്നത് അതുപോലെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ ആ പ്രവൃത്തികൾ പലതും നമ്മുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിരിക്കാം, എങ്കിൽ പോലും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും.
ജീവിതത്തിലുടനീളം പല തുറകളിലും പലരും ആ വിധത്തിൽ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നാം എന്നത് എന്താണ് വ്യക്തിത്വം എന്ന് പറയുന്നതല്ല, നാം എന്ന് പറയുന്നത് നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ പ്രവൃത്തികളും പെരുമാറ്റങ്ങളും സംസാരവും എല്ലാം ചേർന്നിട്ടാണല്ലോ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അതിനൊരു അടിസ്ഥാനമില്ലാതാവും. നമുക്ക് ചുറ്റും പലരെയും കാണാം. വലിയ വലിയ ആളുകൾ എന്ന് പറഞ്ഞാൽ, വലിയ ആളുകൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മേഖലയിലാവും, അല്ലെങ്കിൽ സാമൂഹ്യ മേഖലയിലാവാം, അല്ലെങ്കിൽ വലിയ പണക്കാരാവാം. അവരൊക്കെ പറഞ്ഞാൽ അതിന് എതിർത്തൊന്നും പറയാൻ അവർ തയ്യാറില്ല. അവർ പറയുന്ന ആ ഒരു അഭിപ്രായം ഒരുപക്ഷെ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല എങ്കിൽ കൂടി അതിനെതിരായിട്ടൊരു ശബ്ദം നിങ്ങളവിടെ പറയില്ല അവരുടെ മുമ്പിൽ. പിന്നെ വീട്ടിലെത്തിയ ശേഷം അല്ലെങ്കിൽ അവർ പോയ ശേഷം അത് ഇത് ശരിയല്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാലും വളരെ അടുത്ത സുഹൃത്തുക്കളോട് ചിലപ്പോൾ സൂചിപ്പിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ ഒരുപക്ഷെ വീട്ടിലെത്തിയിട്ട് ഭാര്യയോടോ മക്കളോടോ ആയിരിക്കും പറയുന്നുണ്ടാവുക. ഒരിക്കലും നമ്മുടെ അഭിപ്രായം നേരിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ ഇടം നമ്മളൊരിക്കലും കാണിക്കാറില്ല. കാരണം ആ വ്യക്തിക്ക്, അത്രയും ഉന്നതനായ ഒരു വ്യക്തിക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം മോശമായാൽ ഒരുപക്ഷെ ആ വ്യക്തിയെ കൊണ്ട് നമുക്കൊരു ഉപകാരവും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സാമൂഹികപരമായിട്ടോ ഒരു ഉപകാരവും ഇല്ലെങ്കിലും ആ വലിയൊരു വ്യക്തിയുടെ ഒരു സൗഹൃദം, ഒരു നമ്മളെപ്പറ്റി നല്ലൊരു മതിപ്പ്, നല്ലൊരു പേര്, അവരുടെ മനസ്സിൽ നല്ലൊരു അഭിപ്രായം ഉണ്ടാക്കി വെക്കുന്നതിലൂടെ നമുക്കെന്തോ ഒരു മാനസിക സംതൃപ്തിയുണ്ട്. പക്ഷെ ആ സംതൃപ്തി നേടാൻ വേണ്ടി നമ്മൾ സ്വയം ഇല്ലാതാവുകയാണ്. നമ്മുടെ സ്വന്തം അഭിപ്രായത്തിന് വിലയില്ലാത്ത ഒരു അവസരം നമ്മൾ തന്നെ സൃഷ്ടിക്കുകയാണ്. അല്ലെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ? ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സംതൃപ്തിയാണ്. അത് നാം വിചാരിച്ച പോലെ, നാം ഉദ്ദേശിച്ച രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ വിജയപ്രദമാക്കി മാറ്റുമ്പോഴാണ് ഈ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. നമ്മുടെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ ചിന്തിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അത് ആ രീതിയിൽ നമ്മൾ ഓരോന്നിനും ചിലപ്പോൾ ചില ജോബിനൊക്കെ ഒരു പ്രൊസീജിയർ ഉണ്ടാവും, ചെയ്യേണ്ട രീതി. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് സിസ്റ്റത്തിനെ അവലംബിച്ച് ആസ്പദമാക്കി അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചെയ്യുമ്പോൾ അത് വളരെ കറക്റ്റായിട്ട് വരും. അപ്പോൾ അതിൻ്റെ അക്യുറസി, അപ്പോൾ കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയാലുണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു മാനസിക സംതൃപ്തി, അത് പലർക്കും ഒരു പ്രശ്നമേ അല്ല. നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മളോട് പറഞ്ഞു, നമ്മളത് ചെയ്തു. അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ അത് ഫെയിലാവാം, ഒരുപക്ഷെ അത് നഷ്ടപ്പെട്ടു പോകാം, ആ പ്രോജക്റ്റ് തന്നെ ഫെയിലാവാം എന്ന് കൃത്യമായിട്ടുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും നമ്മളൊരിക്കലും പ്രകടിപ്പിക്കാതെ നമ്മുടെ ബോസ് പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ട് ആ നഷ്ടത്തിൽ നമ്മളോട് അറിഞ്ഞും അറിയാതെയും പങ്കാളികളാവുന്ന ഒരു സ്ഥിതിവിശേഷം. പിന്നെ നമുക്കെന്തിനാണ് ബുദ്ധിയും ചിന്തിക്കാനുള്ള കഴിവും പിന്നെ ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലിയിലുള്ളൊരു സ്കിൽനെസ് പറയില്ലേ, ആ ഒരു കഴിവ്, അതൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്താതെ ചിന്തിക്കാതെ വെറുമൊരു ഏറാൻ മൂളിയായി ജീവിക്കുമ്പോൾ എന്താണ് നാം സ്വയം ഉദ്ദേശിക്കുന്നത്? ചില അവസരങ്ങളിൽ ചിലരുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാനൊക്കെ നമുക്ക് ഒരുപക്ഷെ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പല വിരോധങ്ങളും പല എതിർപ്പുകളും നിങ്ങൾക്കുണ്ടായിന്ന് വരും. പലരുടെയും പല പ്രമുഖരുടെയും ശത്രുവായി നിങ്ങൾ മാറും. നിങ്ങളൊരു തെമ്മാടിയായോ തൻ്റേടിയായോ എടുത്തുചാട്ടക്കാരനായിട്ടോ ധിക്കാരിയായിട്ടൊക്കെ അവിടെ വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷേ എങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള അഭിപ്രായം തുറന്നു പറയുകയും നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തതിനോട് യോജിക്കാതെ വിട്ടു നിൽക്കുകയും ചെയ്യുന്നതിനല്ലേ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മളതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട്
ആ ചെയ്യാൻ പോകുന്ന കാര്യം തെറ്റാണെന്ന് 100% ബോധ്യമായിട്ടും എതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം നമ്മളെ മനസ്സിലുണ്ട് എന്നത് പ്രകടിപ്പിക്കാനോ പറ്റാത്ത ഒരവസ്ഥ. അത് ഒരുതരം അടിമത്തമല്ലേ, സ്ലേവറി അല്ലേ? അപ്പോൾ അങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ ആദ്യം മുതലേ നമ്മൾ പറഞ്ഞ് തുടങ്ങിയാൽ, തുറന്ന് പറയുന്ന പ്രകൃതിയാണെങ്കിൽ മറ്റുള്ളവരും നമ്മൾ ആദ്യം അങ്ങനെ ആ ഒരു ബ്ലൈൻഡ് സപ്പോർട്ട് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കില്ല. അയാളോട് ചോദിച്ചാൽ അയാൾ കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയും, ഓപ്പണപ്പായിട്ട് ഇവിടെ തുറന്ന് പറയും എന്നുള്ളൊരു ധാരണ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ അവർക്ക് നമ്മളെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. ഇദ്ദേഹം എന്താണ്, എതിർത്ത് പറയുമോ സപ്പോർട്ട് ചെയ്യുമോ? അപ്പോൾ അതിലും നല്ലത് നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ അദ്ദേഹത്തിന് തോന്നിയ തുറന്ന അഭിപ്രായം പറഞ്ഞു, അത് അംഗീകരിക്കണം വേണ്ടതെന്ന് മറ്റുള്ളവരുടെ ഇഷ്ടം. പക്ഷെ നമ്മളത് പ്രകടിപ്പിച്ചിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ അതിന് മനുഷ്യൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഒരു മൃഗത്തിനെ നമ്മൾ ബൈ ഫോഴ്സ് പല കാര്യങ്ങളും നിർബന്ധിച്ച് ചെയ്യാറുണ്ട്, അല്ലേ, ചെയ്യിപ്പിക്കാറുണ്ട്. ആ ഒരവസ്ഥയാവില്ല. അപ്പോൾ ആ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വന്നു. ആ വിശേഷ ബുദ്ധി ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രത്യേക കഴിവ്, 2 ഗുണവും ദോഷവും തമ്മിൽ, നന്മയും തിന്മയും തമ്മിൽ, അല്ലേ, അത് തിരിച്ചറിയാനുള്ളൊരു കഴിവ്, അതിനെ വേർതിരിച്ച് കാണാനുള്ളൊരു ഉൾക്കാഴ്ച. അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ലാതെ ആവും, അല്ലേ? അപ്പോൾ തീർച്ചയായും നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാം. തൽക്കാലം ഒരുപക്ഷെ അവർക്ക് വിരോധം തോന്നിയെന്നെങ്കിലും പിന്നീട് നമ്മൾ പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലാകുമ്പോൾ ആ സൗഹൃദമൊക്കെ തിരിച്ചു വരും. ഇനി അടുത്ത വീഡിയോയിൽ ഒരു പുതിയ വിഷയമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, സുരേഷ് പുനൂർ, പൂനെ.